താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI സിൻഡിക്കേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. അനേകം സാധ്യതകളുള്ള അല്ലെങ്കിൽ അനേകം വിദ്യാർത്ഥികൾ വരാൻ പറ്റുന്ന കോഴ്സുകളാണ് ഇവയൊക്കെ തന്നെ അടിയന്തരമായിട്ട് ഈ മുഖ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രാദേശിക കേന്ദ്രങ്ങളിലും വിവിധ തരത്തിലുള്ള FIUGP കോഴ്സുകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അത് ആരംഭിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികളുമായി ഉള്ള അനുവാദം പരിശോധിക്കുന്ന സമയത്ത് പ്രാദേശിക കേന്ദ്രത്തിന് സ്വന്തമായിട്ടുള്ള നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. അതനുസരിച്ച് FIUGP കോഴ്സുകൾ അടിയന്തരമായിട്ട് സർവകലാശാലയിൽ എവിടെയൊക്കെ തുടങ്ങാൻ പറ്റുമോ ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ സർവകലാശാല അത് തുടങ്ങേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തി SFI സിൻഡിക്കേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഖേന്ദ്ര T ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PS അർച്ചന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TV അശ്വിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഋതിഷ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അശ്വന്ത് എന്നിവർ സംസാരിച്ചു. നിങ്ങളൊക്കെ മൗനം പാലിച്ചോ? ഇന്ന് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത്, തെരുവിനിറങ്ങി ചായ കുടിക്കുന്ന സമയത്ത്, ഈ ക്യാമ്പസിനകത്ത് നിങ്ങളുടെ ദുഷ്പ്രചരണങ്ങളെല്ലാം അനുഭവിക്കപ്പെട്ട സമയത്ത് ഒരു വിദ്യാർത്ഥി നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ഓരോ വിദ്യാർത്ഥിയും ഓരോ കാലഘട്ടത്തിനകത്തും നിങ്ങളുടെ അനീതിയെ ചോദ്യം ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിനെതിരെ സംസാരിക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും, വിദ്യാർത്ഥി അനുകൂല നിലപാട് എടുക്കേണ്ടി വരും. ഇവിടെ SFIക്ക് ഒന്നേ പറഞ്ഞു വെക്കാനുള്ളൂ, എത്രയൊക്കെ വിദ്യാർത്ഥിയെതിരെ നിലപാടുകൾ നിങ്ങൾ എടുത്തോ, എത്രയൊക്കെ വിദ്യാർത്ഥിയെതിരെ നിലപാടുകൾ നിങ്ങൾ എത്ര പുസ്തകത്തിനകത്ത് എഴുതിക്കോ, എത്ര മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തിയോ, അതെല്ലാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ സർവകലാശാലക്കകത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ അണിനിരത്തിക്കൊണ്ട് മാർച്ച് സംഘടിപ്പിക്കും. ഈ ഒരു കാലഘട്ടത്തിനകത്ത് നിങ്ങൾ നിരവധിയായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അത് ശരിയാക്കും, ഞങ്ങൾ ഇത് ശരിയാക്കും, ഞങ്ങളെല്ലാം ശരിയാക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും എന്നെല്ലാവർക്കും വിദ്യാർത്ഥികൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിന് അത്തരത്തിലുള്ള കാലഘട്ടത്തിലോട്ട് SFI അനുവദിക്കില്ല. അത്തരത്തിലുള്ള കാലഘട്ടം ഉയർത്തിക്കൊണ്ടുപോയ SFI ഒരു കാലഘട്ടത്തും അനുവദിക്കില്ല. കലാലയത്തിലെ കലാകാരന്മാരെ, ഇവിടെ ഡാൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, തിയേറ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അത്തരത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അടക്കമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സമരം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ PhD കാലയളവിൽ പഠിക്കുന്ന ഒരു ഗവേഷകൻ ഇപ്പം ഇവിടെ ഒരു 60% PhD-കാരും ഇവിടെ PG ചെയ്ത ആളുകൾ തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം ഈ കലാലയത്തിൽ പഠിക്കാനായിട്ട് ആദ്യം കയറി വരുമ്പോൾ തൊട്ട് നിങ്ങൾക്കൊപ്പമുള്ളത് SFI ആണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ എന്തൊരു കാര്യങ്ങൾ നടന്നാലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും അതിന് ചുക്കാൻ പിടിക്കുന്നതും ഒരു സമരം ഏറ്റെടുക്കുന്നതിലും വിദ്യാർത്ഥികളായിട്ടുള്ള നമുക്കൊപ്പം നിന്ന് നമ്മുടെ പ്രശ്നങ്ങളിലെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ നമുക്കൊപ്പം നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന സംഘടന SFI മാത്രമാണ്. അപ്പം നമുക്കറിയാം ഏത് രീതിയിലാണ് നമ്മളിവിടെ സമരങ്ങൾ ഏറ്റെടുത്ത് പോയിട്ടുണ്ടെന്നുള്ളത്. വിവിധങ്ങളായിട്ടുള്ള കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അനിശ്ചിതകാല രാപ്പകൽ സമരം ഉൾപ്പെടെ നമ്മൾ ഇതിനു മുമ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അതിലെല്ലാം ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് ഒരു നാടക മുഖേന അല്ലെങ്കിൽ നമ്മളോട് ഒരു കള്ളസത്യം മുഖേന ഇവർ പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും. എത്ര കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചാലും ഇതെല്ലാം ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് സംസ്കൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റൽ റെന്റ് സൂപ്പർ ഫൈൻ ഒഴിവാക്കുക, ഹോസ്റ്റലിൽ മുടങ്ങിക്കിടക്കുന്ന അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക, യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഫണ്ട് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്.